തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 11:45 ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസിൽ യാത്ര തുടങ്ങി രാവിലെ 10:00 കന്യാകുമാരിയിലെത്തിയ ഞാൻ വിവേകാനന്ദ പാറ സ്മാരകവും തിരുവള്ളൂർ പ്രതിമയും കണ്ട് തിരികെ കന്യാകുമാരിയിലെത്തി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റു സ്ഥലങ്ങൾ കാണുന്നതിനായി പുറപ്പെട്ടു. ഇതാണ് അരുൾമികു ദേവി കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം. ഉച്ചയായതുകൊണ്ടാകാം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയിലൂടെ ഞാൻ മഹാത്മാഗാന്ധി മണ്ഡപത്തിലേക്ക് നടന്നു. ധ്യാനത്തിലിരിക്കുന്ന സ്വാമി വിവേകാനന്ദ പ്രതിമയുള്ള ഒരു മണ്ഡപമാണിത്. ഇതാണ് ത്രിവേണി സംഗമ സ്ഥാനം. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും സംഗമിക്കുന്നിവിടെ മുങ്ങിക്കുളിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ത്രിവേണി സംഗമ ബീച്ചിൽ നിന്നും ഏകദേശം 5 മിനിറ്റ് നടന്ന് ഞാൻ മഹാത്മാഗാന്ധി മണ്ഡപത്തിലെത്തി. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ തുറന്നിരിക്കുന്ന ഗാന്ധി മണ്ഡപം എന്നറിയപ്പെടുന്ന ഈ സ്മാരകത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെങ്കിലും സ്മാരകത്തിനുള്ളിൽ പാദരക്ഷകൾ അനുവദനീയമല്ലാത്തതിനാൽ സ്മാരകത്തിന് പുറത്ത് 5 രൂപ നൽകി നിങ്ങളുടെ പാദരക്ഷകൾ സൂക്ഷിക്കേണ്ടതാണ്. ഒറീസ വാസ്തുവിദ്യ ശൈലിയിൽ 1956 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സ്മാരകത്തിന്റെ ഉയരം കൂടിയ ഭാഗത്തിന് 79 അടി ഉയരമാണുള്ളത്. ഇത് ഗാന്ധിജി മരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രായത്തെ പ്രതീകപ്പെടുത്തുന്നു. 1948 ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മ നിമഞ്ജനത്തിനായി 12 വ്യത്യസ്ത കലശങ്ങളിൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ നിമഞ്ജനത്തിനായി കൊണ്ടുവന്ന ഒരു കലശം വെച്ചിരുന്ന സ്ഥലത്താണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ചിതാഭസ്മ കലശം വെച്ചിരുന്ന സ്ഥലമായ ഈ പീഠത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സൂര്യരശ്മികൾ പതിക്കുന്ന തരത്തിൽ നിർമ്മിച്ച ഒരു ദ്വാരമുള്ള സീലിംഗ് ആണ് ഈ സ്മാരകത്തിനുള്ളത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ വിവിധ നിമിഷങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളുടെ ഒരു ഫോട്ടോ ഗാലറിയും ഈ സ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ മഹാത്മാഗാന്ധി മണ്ഡപം കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള പെരുന്തലൈവർ കാമരാജർ സ്മാരകത്തിലേക്ക് നടന്നു. പെരുന്തലൈവർ എന്നും കറുത്ത ഗാന്ധി എന്നും കോൺഗ്രസ് പാർട്ടിയുടെ കിങ് മേക്കർ എന്നും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മദ്രാസ് സംസ്ഥാനത്തിന്റെ 3ാം മുഖ്യമന്ത്രിയും ലോക്സഭാ അംഗവുമായിരുന്ന കെ കാമരാജർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമാണിത്. 1975 ഒക്ടോബർ 2 ഹൃദയാഘാതം മൂലം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കന്യാകുമാരി കടൽ തീരത്ത് പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി വെച്ചതിന് ശേഷം കടലിൽ നിമജ്ജനം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളടങ്ങുന്ന ചിത്രങ്ങളുടെ ഒരു ഫോട്ടോ ഗാലറിയും ഈ സ്മാരകത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ തുറന്നിരിക്കുന്ന ഈ സ്മാരകത്തിലേക്ക് സൗജന്യമായി പ്രവേശിക്കാം. കാമരാജർ സ്മാരകം കണ്ട് ഞാൻ കന്യാകുമാരിയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ വ്യൂ ടവറിലേക്ക് നടന്നു. തീരത്തുള്ളൊരു പാറക്കെട്ടിൽ തമിഴ്നാട് ടൂറിസം വികസന കോർപ്പറേഷൻ നിർമ്മിച്ചിരിക്കുന്ന അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും സംഗമത്തിന്റെ അതുല്യമായ അനുഭവം സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്ന ഈ ടവറിലേക്കുള്ള പ്രവേശനം രാവിലെ 5:30 മുതൽ വൈകിട്ട് 6:30 വരെയും പ്രവേശന തുക മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. സർപ്പിളാകൃതിയിലുള്ള ഈ നടപ്പാതയിലൂടെ നടന്നു വേണം ഏകദേശം 80 അടി ഉയരമുള്ള ഈ ടവറിന്റെ മുകളിലെത്തുവാൻ. കടലിന്റെ സൗന്ദര്യവും സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഈ വ്യൂ ടവറിന്റെ മുകളിൽ നിന്നും കന്യാകുമാരിയും കടലും ഉൾപ്പെടുന്ന ഒരു മനോഹരമായ 360 ഡിഗ്രി ദൃശ്യം സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നു. കടലിൽ നിന്നും ശക്തമായി കാറ്റ് വീശുന്നതുകൊണ്ട് ചൂട് കുറവാണ്. അങ്ങകലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 പട്രോളിംഗ് വെസലുകൾ പോകുന്നത് കാണാം.
അങ്ങനെ കുറെ നേരം കടലിന്റെ മനോഹാരിത ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരികെ ടൗണിലേക്ക് നടന്നു. അല്പനേരം ഹോട്ടലിൽ വിശ്രമിച്ചതിന് ശേഷം ഞാൻ തിരികെ ബീച്ചിലെത്തി. ഇതാണ് കന്യാകുമാരിയിലെ സുനാമി സ്മാരക പാർക്ക്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയിൽ ജീവനപഹരിക്കപ്പെട്ടവരെ ആദരിക്കുന്നതിനായി ബി കനകരാജ് രൂപകൽപ്പന ചെയ്ത ഉരുക്ക് ശില്പം അടങ്ങുന്ന ഈ പാർക്ക് 2005 ഡിസംബർ 26 ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അങ്ങനെ മനോഹരമായൊരു സൂര്യാസ്തമയത്തോടെ കന്യാകുമാരിയിലെ ആദ്യ ദിനത്തിലെ എൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങി. കന്യാകുമാരി യാത്രയുടെ 2ാം ദിനമായി ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം റൂം ചെക്കൗട്ട് ചെയ്ത് മഹാത്മാഗാന്ധി മണ്ഡപത്തിനടുത്ത് നിന്ന് കിട്ടിയ ഒരു ഓട്ടോയിലൂടെ കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിന്റിലേക്ക് യാത്രയായി. ഇന്നലെ വൈകിട്ട് സൺസെറ്റ് പോയിന്റിൽ നിന്നും സൂര്യാസ്തമയം കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഏകദേശം 10 മിനിറ്റിന് യാത്രയ്ക്ക് ശേഷം ഞാൻ സൺസെറ്റ് പോയിന്റിലെത്തി. ഏകദേശം 2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിനായി 50 രൂപയാണ് ഓട്ടോക്കാരൻ എന്നിൽ നിന്നും ഈടാക്കിയത്. ഭീമാകാരമായ പാറപ്പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന കടലിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിന്റെ ഒരു ശില്പവും അതിന് താഴെയായും മാതാവിന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുടെ കലാസൃഷ്ടികളും ഇവിടെ കാണാം. ഡിസംബർ 25 ഇവിടെ ഇരുന്ന് മനോഹരമായ ഒരു സൂര്യാസ്തമയം ആസ്വദിച്ചു പോയതിനു ശേഷം 21 വർഷങ്ങൾ പിന്നിട്ട് തിരികെ വന്നപ്പോഴും ഈ തീരത്തിന് കാര്യമായി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. രാവിലെ ആയതുകൊണ്ടാകാം കുറച്ച് വിനോദസഞ്ചാരികളും മുക്കുവന്മാരും മാത്രമേ ഇവിടെയുള്ളൂ.
നീലാകാശത്തിന് കീഴെയുള്ള ഈ പച്ചക്കടലിലെ വെള്ളം അലയായി പാറക്കെട്ടുകളിൽ പതിക്കുന്ന കാഴ്ച ഞാൻ കൗതുകത്തോടെ ആസ്വദിച്ചു. അങ്ങനെ കടൽ നോക്കിയിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. മറ്റൊരു ഓട്ടോയിൽ ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി. തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു ടൗണുകളെ അപേക്ഷിച്ച് കന്യാകുമാരിയിലെ തെരുവുകൾ വൃത്തിയുള്ളതായി കാണപ്പെട്ടു. സൺസെറ്റ് പോയിന്റിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് 120 രൂപയാണ് ഓട്ടോക്കാരൻ എന്നിൽ നിന്നും ഈടാക്കിയത്. ട്രെയിൻ പുറപ്പെടാൻ ഇനിയും സമയമുള്ളതിനാൽ എൻ്റെ കന്യാകുമാരി യാത്രയിലെ അവസാനത്തെ സ്ഥലമായ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 800 മീറ്റർ അകലെയുള്ള ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്നറിയപ്പെടുന്ന പള്ളിയിലേക്ക് നടന്നു. 21 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2004 ഡിസംബർ 25-ന് ഈ പള്ളിയിലെ രാവിലത്തെ ക്രിസ്മസ് കുർബാന കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങിയത്. മണൽ നിറഞ്ഞു കിടന്നിരുന്ന ഈ മുറ്റമെല്ലാം ഇപ്പോൾ ടൈൽ ചെയ്തും മുറ്റത്തിന് ചുറ്റും ഗ്രോട്ടകൾ പണിതും ഇവിടെ മനോഹരമാക്കിയിരിക്കുന്നു. 153 അടി നീളത്തിലും ഉയരത്തിലും 53 അടി വീതിയിലും ഗോത്തിക് റിവൈവൽ വാസ്തുവിദ്യ ശൈലി നിർമ്മിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഈ പള്ളിക്ക് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് മാത്രമല്ല, പള്ളിക്ക് ഏകദേശം 500 വർഷത്തെ ചരിത്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1542 സെന്റ് ഫ്രാൻസിസ് സേവ്യർ കേപ്പ് കോമറൈനിൽ അഥവാ ഇന്നത്തെ കന്യാകുമാരിയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഇവിടെ അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടോ കണ്ടെത്തിയെന്നും പിന്നീട് തൂത്തൂർ മുതൽ രാമനാഥപുരം വരെയുള്ള ജെസ്യൂട്ട് മിഷണറിമാരുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറിയെന്നും അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടോ പിന്നീട് അവർ ലേഡി ഓഫ് റാൻസം പള്ളിയായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് 1700-ൽ അന്നത്തെ ഓലമേഞ്ഞ പള്ളി പൊളിച്ചു മാറ്റി റോമൻ വാസ്തുവിദ്യയിൽ മറ്റൊരു പള്ളി നിർമ്മിക്കുകയും അലങ്കാര മാതാവ് എന്ന് വിളിച്ചിരുന്ന റോമിൽ നിന്നും കൊണ്ടുവന്ന സാരി ധരിച്ച മാതാവിന്റെ പ്രതിമ സ്വർണ്ണ ബലിപീഠത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച് ആരാധന ആരംഭിച്ചു. 200 വർഷങ്ങൾക്ക് ശേഷം 1900 മെയ് 31-ന് ഫാദർ ജോൺ കോൺസൽവസ് ഇപ്പോഴത്തെ പള്ളിയുടെ തറക്കല്ലിടുകയും 1914-ൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഫെർണാണ്ടോ പള്ളിയിൽ ആദ്യത്തെ കുർബാന അർപ്പിച്ച് ആരാധന ആരംഭിച്ചു. അങ്ങനെ പള്ളി കണ്ട് ഞാൻ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി സ്റ്റേഷന്റെ മുൻവശത്തും ചുറ്റിലും ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 2 പ്ലാറ്റ്ഫോമുകളുമായി 1979-ൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്റ്റേഷനിൽ നിലവിൽ 6 പ്ലാറ്റ്ഫോമുകളും 7 ട്രാക്കുകളുമുണ്ട്. രാവിലെ 10:10 കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് ബംഗളൂരു വരെ പോകുന്ന ട്രെയിൻ നമ്പർ 16525 കന്യാകുമാരി KSR ബംഗളൂരു എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാൻ തിരികെ തൃശ്ശൂർക്ക് പോകുന്നത്. 21 വർഷം മുൻപ് 1ാമത്തെ പ്ലാറ്റ്ഫോമായിരുന്ന ഇപ്പോഴത്തെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ ട്രാക്കിൽ കിടക്കുന്ന എനിക്ക് പോകേണ്ട ട്രെയിൻ ഏരിയയിലേക്ക് ഞാൻ നടന്നു.
IRCTC വെബ്സൈറ്റിൽ നിന്നും എല്ലാ ചാർജും ഉൾപ്പെടെ 645 രൂപ നൽകി AC എക്കോണമി 3 ടയർ ക്ലാസ് സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കോച്ചിലെ 1-2 കമ്പാർട്ട്മെന്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അഞ്ച് മിനിറ്റ് വൈകി 10:15 ട്രെയിൻ കന്യാകുമാരിയുടെ വിട പറഞ്ഞ് ബംഗളൂരുവിനെ ലക്ഷ്യമാക്കി യാത്രയായി. തിരുവനന്തപുരം നാഗർകോവിൽ പാതയിലുള്ള 204 മീറ്റർ നീളമുള്ള താന്നിവിള റെയിൽവേ തുരങ്കം എന്നറിയപ്പെടുന്ന തുരങ്കമാണിത്. കൊല്ലം കഴിഞ്ഞപ്പോൾ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതിനാൽ കൂടുതലൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല.
അങ്ങനെ 42 മിനിറ്റുകൾ വൈകി 7:47 ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനോടൊപ്പം എൻ്റെ ഈ കൊച്ചു കന്യാകുമാരി യാത്ര പൂർണ്ണമായി. മറ്റൊരു യാത്രാവിശേഷമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.